ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Afworld. അപ്പോൾ എന്നോട് എപ്പോഴും അധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ യൂട്യൂബിൽ പെട്ടെന്ന് വളരാം, അല്ലെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടും, എങ്ങനെ ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോ മലയാളത്തിലെ ഏറ്റവും പെട്ടെന്ന് വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഒക്കെ ഉള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ കരിക്ക് എന്ന് പറയുന്നത്. അപ്പോ ഏകദേശം പെട്ടെന്ന് വളരാനുള്ള ട്രിക്കുകൾ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഈ കരിക്ക് എന്നുള്ള ഈ ചാനൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അവരുടെ വിജയത്തിന്റെ രഹസ്യം എന്നുള്ള ആ ഒരു രീതിയിൽ ആ കാര്യങ്ങൾ കുറച്ച് പറയാം. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, യൂട്യൂബിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വ്യൂസ് കൂടും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. അതേപോലെ തന്നെ യൂട്യൂബിന്റെ ഒരു അൽഗോരിതം എന്ന് പറയുന്ന സംഭവമുണ്ട്, നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന്. അപ്പൊ അതിനെ കുറിച്ച് പറയാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒന്ന് രണ്ട് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് അതിന് നല്ല വീഡിയോ ക്വാളിറ്റി വേണം. വീഡിയോക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകളെ കുറെയൊക്കെ, പഴയ കാലത്തൊന്നും വീഡിയോക്ക് അത്ര വലിയൊരു ക്വാളിറ്റി ഇല്ലെങ്കിലും അത്ര വലിയൊരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നല്ല ഫുൾ HD ഫോണൊക്കെ എടുത്തിട്ടാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വീഡിയോക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ നേരം ഇരുന്ന് കാണാനുള്ള സാധ്യത കൂടും. അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, സൗണ്ടിന്റെ ക്ലാരിറ്റിയും ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ആളുകൾ നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ നേരം ഇരുന്ന് കാണാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ആണ് മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നുള്ള ഒരു സംഭവമാണ് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്, വീഡിയോന്റെ ഒരു ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ കൂടുതലായിട്ട് വാച്ച് ടൈം അതേപോലെ തന്നെ വ്യൂസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം എന്തായാലും കരിക്ക് എന്നുള്ളൊരു ചാനൽ വെച്ച് നോക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഉണ്ട് നല്ലൊരു വീഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റിയും അവരുടെ ഓരോ വീഡിയോസിനും ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാക്സിമം ആളുകൾ ഷെയർ ചെയ്യാൻ സാധ്യതയുള്ള കണ്ടന്റുകൾ. മാക്സിമം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആ സംഭവം കൊള്ളാലോ, ഇതൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടും നമ്മൾ വീഡിയോസ്. മാക്സിമം ഈ വൈറലാവുന്ന വീഡിയോകളുടെ ഒക്കെ പുറകിലുള്ള ഒരു കഥ എന്ന് പറയുന്നത് മാക്സിമം ഷെയർ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോക്ക് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു കരിക്കിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ എന്തായാലും ഇത് ബാക്കിയുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടേക്ക് ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഒക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോ ഇത് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം, മാക്സിമം ആളുകൾ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റുകളിൽ നമ്മൾ വീഡിയോസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമുക്ക് വ്യൂസ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കരിക്ക് എന്നുള്ള ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവം എന്ന് പറഞ്ഞത് അവരുടെ തേര പേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഇതുപോലെ തന്നെ നമ്മളും ഏതെങ്കിലും ഒരു രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വൈറലായി കഴിഞ്ഞാൽ മൊത്തത്തില് ഒന്നായിട്ട് എല്ലാ വീഡിയോസും ഒരേ ടൈമിൽ കയറി പോകും. കാരണം ഞാനൊക്കെ ഈ ഒരു തേരാപാര എന്നുള്ള ഈ സംഭവം കാണുന്നത് 4-ാമത്തെ എപ്പിസോഡോ 3-ാമത്തെ എപ്പിസോഡോ മുതലാണ്. അന്ന് ഏകദേശം അവർക്ക് 10,000-ന്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരുന്നു അവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോ ഇന്ന് നോക്കുമ്പോൾ ഏകദേശം 9 ലക്ഷത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അതായത് 1-2 ദിവസത്തിനുള്ളിൽ 1 മില്യൺ അടിക്കാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അന്ന് ചെയ്തൊരു പരിപാടി എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ അന്ന് ഒരു എപ്പിസോഡ് കണ്ടു. എന്താണ് സംഭവം ഇങ്ങനെ വെറുതെ ഹോം പേജിൽ വന്നപ്പോ ജസ്റ്റ് വെറുതെ കയറി കണ്ടതാണ്. അപ്പൊ സംഭവം കൊള്ളാതെ തിരക്കടില്ലല്ലോ എന്ന് തോന്നിയപ്പോ ബാക്കിയുള്ള ഓരോരോ എപ്പിസോഡുകളും ഞാനിങ്ങനെ ബാക്കിൽ പോയിട്ട് ആ ചാനൽ എടുത്തിട്ട് ഓരോരോ വീഡിയോസും ഇരുന്ന് കണ്ടു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോരോ പാർട്ടായിട്ടാണ് നമ്മുടെ വീഡിയോസ് ഇറക്കുന്നത് എങ്കിൽ നല്ല രീതിയിലുള്ള വ്യൂസും ഗ്രോത്തും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ ഈ ടെക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ടെക് ദിസ് വ്യൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ഓരോരോ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വ്യൂ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നാലാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കരിക്ക് എന്നുള്ള ചാനൽ എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്സിലും ഒരേപോലെ ആക്റ്റീവ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഇവരുടെ ഓരോ വീഡിയോസ് എടുക്കുന്നതാണ്. അതേപോലെ ഫേസ്ബുക്കിലും അവർ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് വ്യൂസ് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ സോഴ്സ് തേടിയ ആളുകൾ വരും. അപ്പൊ അങ്ങനെ നേരെ നോക്കുമ്പോൾ അവര് ഓരോ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കരിക്ക് എന്നുള്ള അവരുടെ ഒരു ബ്രാൻഡിങ് ഓരോ വീഡിയോസിലും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറച്ചൊന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് വ്യൂസ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ കയറിയിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയും വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോസ് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ
ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ മെയിൻ ആയിട്ടും ഇവര് ഫോളോ ചെയ്തിട്ടുള്ള ട്രിക്കുകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ, നല്ല സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ഏറ്റവും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗുഡ് ക്വാളിറ്റി, ഗുഡ് കണ്ടന്റ് വീഡിയോസ് ഇവർ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ ഇത്രയും വലിയ രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ബേസിക് കാര്യങ്ങളിലേക്ക് വരാം. ബേസിക് ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനൊരു ഓർഡറിൽ ഇങ്ങനെ പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ടൈറ്റിലാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു തമ്പനയിൽ എന്ന് പറയുന്ന വീഡിയോന്റെ ഫസ്റ്റിൽ തന്നെ കണ്ടിട്ടില്ല ഒരു ഇമേജ് ഉണ്ടാവുക, ആ ഒരു സംഭവമാണ്. അപ്പോ ഈ രണ്ട് സംഭവങ്ങളും ഈ ഒരു ടൈറ്റിലും അതേപോലെ തന്നെ നമ്മുടെ തമ്പനയിലും നല്ല രീതിയിൽ നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ട് ആര് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള രീതിയിലാക്കി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓരോ വീഡിയോക്കും പ്രോപ്പർ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്നും തന്നെ എഴുതാതെ ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആ ഒരു വീഡിയോ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഓരോന്നും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ആ രണ്ട് വീഡിയോസും നമ്മൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഇപ്പൊ അടുത്ത കാലത്ത് നിലവിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് ഹാഷ്ടാഗുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഹാഷ്ടാഗുകൾ കൊടുക്കാൻ കഴിയും. 3 ഹാഷ്ടാഗുകൾ വരെയാണ് നമ്മുടെ വീഡിയോസിൽ സാധാരണ ഇതിലിപ്പോ വരുന്നത്. അപ്പൊ 3 ഹാഷ്ടാഗുകൾ ഈ ഒരു എന്താണോ എന്തിനെ കുറിച്ചിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടുള്ള 3 ഹാഷ്ടാഗുകൾ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെർച്ചിലൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോന്റെ ടാഗുകളാണ്. ടാഗുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ഉദാഹരണമായിട്ട് ഹൗ ടു മേക്ക് ബിസ്ക്കറ്റ് മലയാളം എന്നുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ടൈറ്റിലെ മാക്സിമം നമ്മൾ മലയാളത്തിലാണല്ലോ അധികം ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളാണെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ മലയാളം കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ടൈറ്റിലുകളും അല്ലെങ്കിൽ ഓരോ സംഗതികളും സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ ഹൗ ടു മേക്ക് ബിസ്ക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുക ഹൗ ടു മേക്ക് ബിസ്ക്കറ്റ് മലയാളം എന്നായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈറ്റിലെ മലയാളം എന്നുള്ളൊരു സംഗതി ഒരു ചെറിയൊരു വേർഡ് കൂടെ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ റീച്ച് കൂടാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ടാഗിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഈ ഒരു പറഞ്ഞ ഹൗ ടു മേക്ക് ബിസ്ക്കറ്റ് മലയാളം എന്നുള്ളതാണ് നമ്മുടെ ടാഗ് അല്ല ടൈറ്റിൽ എങ്കിൽ നമ്മൾ ഇത് ടാഗിലേക്ക് മാറ്റുമ്പോൾ ഫസ്റ്റത്തെ ടാഗ് എന്ന് പറയുന്നത് ഹൗ എന്നുള്ളത് കൊടുക്കുക, രണ്ടാമത്തെ ടാഗ് ടു, പിന്നെ മൂന്നാമത്തെ മേക്ക്, പിന്നെ അടുത്തത് ബിസ്ക്കറ്റ്, പിന്നെ അടുത്തത് മലയാളം. ആ ഒരു രീതിയിലായിരിക്കണം ഫസ്റ്റത്തെ ടാഗുകൾ പോകുന്നത്. പിന്നെ അടുത്തത് ഹൗ ടു മേക്ക് ബിസ്ക്കറ്റ് മലയാളം എന്നുള്ളത് ഫുള്ളായിട്ട് എഴുതിയിട്ടുള്ള ഒരു ടാഗ് കൊടുക്കുക. അതേപോലെ തന്നെ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ ടാഗുകൾ ഇപ്പൊ പാർലേജി എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ അങ്ങനെ ഓരോ തരത്തിലുള്ള ഈസി ടു മേക്ക് നോ അല്ലെങ്കിൽ ഈസി എന്ന് മാത്രം അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ടാഗുകൾ അവിടെ നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ ടാഗുകൾ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വീഡിയോസ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം ആളുകൾ ഏത് സമയത്താണോ ഓൺലൈനിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കി വേണം അപ്ലോഡ് ചെയ്യാം. നമ്മുടെ മലയാളികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 5 മണി മുതൽ ഒരു 9 മണി വരെയാണ് ഏറ്റവും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സമയം എന്നത്. ആ ഒരു സമയത്തായിരിക്കും എല്ലാവരും കൂടുതലായിട്ടും ഈ ഒരു യൂട്യൂബിലൊക്കെ ഓൺലൈനിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി സമയത്ത് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഫുൾ ആയിട്ട് നമ്മളിപ്പോ അപ്ലോഡ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ അൽഗോരിതം പ്രകാരം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുന്നത് ഒന്ന് നമ്മുടെ വീഡിയോ ആളുകൾ എത്ര ടൈം കാണുന്നു എന്ന് നോക്കിയിട്ടാണ്. എത്ര ടൈം നമ്മൾ വീഡിയോ ആളുകൾ കാണുന്നു എന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള ആളുകളിലേക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഹോം പേജിലേക്കൊക്കെ നമ്മുടെ വീഡിയോ പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോക്ക് മറ്റുള്ളവർ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. അതായത് ഇപ്പോ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ കമന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈക്കും ഡിസ്ലൈക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്കും ഡിസ്ലൈക്കും നോക്കിയിട്ട് തന്നെയാണ് ബാക്കിയുള്ള ആളുകളിലേക്കൊക്കെ ഈ ഒരു യൂട്യൂബ് നമ്മളെ വീഡിയോസ് റീച്ച് ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമന്റുകളാണ്.
കമന്റുകൾക്ക് മാക്സിമം നല്ല കമന്റുകളാണെങ്കിൽ യൂട്യൂബ് നമ്മളെ വീഡിയോ സ്വാഭാവികമായിട്ടും റെക്കമെൻഡ് ലിസ്റ്റിലൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കമന്റുകൾക്ക് റിപ്ലൈ ചെയ്യുമ്പോൾ തരികിടായിട്ട് അത് എന്നുള്ളതും കൊടുക്കാതെ മാക്സിമം താങ്ക്സ്, വെൽക്കം എന്നുള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും റീച്ച് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സംഭവം ഒന്നും ആർക്കും അറിയില്ല. അപ്പോ മാക്സിമം നല്ല രീതിയിൽ കമന്റുകൾക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു റീച്ച് നമ്മുടെ വീഡിയോസിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ മാക്സിമം ഡെയിലി വീഡിയോസ് ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളുടെ റെക്കമെൻഡ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അവരുടെ വീഡിയോസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം നല്ല രീതിയിലുള്ള ഒരു വ്യൂവിന്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ മറ്റൊരു കാര്യം, കുറച്ച് വീഡിയോസ് ചെയ്തതിനു ശേഷം തീരെ വ്യൂസ് കയറുന്നില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ജസ്റ്റ് യൂട്യൂബ് മടുത്തു എന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം 94-95 വീഡിയോസ് ഞാൻ ചെയ്തിട്ടാണ് ഏകദേശം 4500 സംതിങ് സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആരും പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് പോവാതിരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ഏതെങ്കിലും ഒരു സമയത്ത് കയറി ക്ലിക്ക് ആവുക. അപ്പൊ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പറ്റുമെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ അവരുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ കഴിയട്ടെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കിട്ടാം പ്രതീക്ഷയോടെ. ബൈ.